ഒരേക്കർ നെൽപ്പാടം ഒരു വർഷം 10 കോടി ലിറ്റർ വെള്ളം ശേഖരിക്കുന്നു എന്നാണ് കണക്ക്. 1000 ഏക്കർ നെൽപ്പാടം 10,000 കോടി ലിറ്റർ വെള്ളം ഭൂഗർഭത്തിലേക്ക് ശേഖരിക്കുന്നു. അതിൻ്റെ വില നമ്മൾ എവിടെയെങ്കിലും കണക്കിലെടുത്തിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ വികസനത്തിൻ്റെ നിലയിൽ ഈ സാമൂഹ്യമായോ പാരിസ്ഥിതികമായോ ഉള്ള മൂല്യങ്ങൾ നമ്മൾ വിലക്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് പ്ലാച്ചിമടയിൽ കൊക്കോക്കോള വന്നപ്പോൾ GDP കൂടുന്നതാണ് കൊക്കോക്കോള. പ്ലാച്ചിമടയിൽ ആദിവാസികൾ വെള്ളം കുടിച്ചാൽ അത് GDP കൂടുന്നില്ലല്ലോ. നേരെ മറിച്ച് പ്ലാച്ചിമടയിലെ ആദിവാസികൾ വെള്ളം കുടിക്കുന്നതിന് പകരം ആ വെള്ളം കൊക്കോക്കോള കുപ്പിയിലാക്കി വിറ്റാൽ ലാഭമുണ്ടാവും നമ്മൾ പറയുന്നു. അതുകൊണ്ട് GDP കൂടുന്നു എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. The ideology of development is you take something which exists and replace it with something else. മറ്റൊന്ന്, ഇപ്പൊ ഭൂമി എന്ന വിഭവം സംബന്ധിച്ച് ഇന്ന് എല്ലാ വികസനവും വരുന്ന ഭൂമിയിലാണല്ലോ. തെങ്ങിന്റെ മണ്ടയിൽ വികസനം വരില്ല എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയുന്നത്. അപ്പൊ പ്രശ്നം എന്താ? എല്ലാ വികസനവും ഭൂമിയിലാവുമ്പോൾ ഭൂമി വലിയൊരു ഊഹ കമ്പോളത്തിലെ ചരക്കാവുന്നു. സാധാരണ മനുഷ്യർക്ക് ഭൂമി വാങ്ങാൻ കഴിയാതെ വരുന്നു. ഏത് തരം ഭൂമിയും വൻ വിലയ്ക്ക് വാങ്ങുന്നു. ഭൂമിയുടെ അവരുടെ ഇഷ്ടപ്രകാരം ഭൂമി മാറ്റപ്പെടുന്നു. ഏത് ഭൂമിയും കുഴിച്ചും നികത്തിയും മറിച്ചും മുറിച്ചും വിൽക്കാൻ കഴിയുന്നു. പക്ഷെ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യ ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ ഒന്നാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. So you can see that the whole sphere of development is a completely artificial, imported bubble into which we are now trying to put ourselves in. But it's not something that we have created. There is not a single idea there which is ours. I call it a development. It's a circus. In a circus, you don't participate in a circus. You sit on the ring side and you watch. And there are all these funny things that are going on. And in a certain way, development has become like that. വികസനത്തിന് രാഷ്ട്രീയം, പാരിസ്ഥിതികം, സാമൂഹ്യം, സാമ്പത്തികം മുതലായ എല്ലാ രീതിയിലുള്ള വീക്ഷണങ്ങളും അല്ലെങ്കിൽ കുറിച്ചുള്ള സങ്കല്പങ്ങളും നമുക്ക് ചോദ്യം ചെയ്തല്ലാതെ ഇന്നത്തെ വികസനത്തിനെ കുറിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. കേരളത്തിലെ ആരോഗ്യം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആരോഗ്യ മാതൃക വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ആരോഗ്യമെന്നാണ്. പക്ഷെ ഇന്ന് കേരളത്തിലെ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താ? കേരളത്തിലെ ആരോഗ്യം ലോകത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നവർ കേരളീയരാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, മറ്റെന്തെങ്കിലും പൊതികളുണ്ടെങ്കിൽ എല്ലാ പൊതിയിലെ മരുന്ന് നമ്മൾ കഴിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മരുന്ന് തിന്നുന്നവർ. ആരോഗ്യത്തിന് വേണ്ടി നാം ഭക്ഷണത്തെക്കാൾ കൂടുതൽ പണം ചെലവാക്കുന്നു. See, it is part of the package. Once you get into the development model, into the development project, then it's not restricted only to education, into industry. It is also the part of the package is how you deal with health. And the bulk of the package from the West is based on allopathic medicine, on intervention, on surgical treatments, on probing, on investigation of the body, and so on. പണ്ടൊക്കെ നമ്മൾ ദാരിദ്ര്യം കൊണ്ട് രോഗിയാവുകയാണ് പതിവ്. ഇപ്പോൾ ഒരു മധ്യവർഗ കുടുംബത്തെ ഒരാൾക്ക് തരക്കേടില്ലാത്ത ഒരു രോഗം വന്നാൽ ആ കുടുംബം BPL ആവും, ദരിദ്ര കുടുംബമാവും. കാരണം അത്ര ചെലവാണ് ആ രോഗം മാറ്റാൻ. മാത്രമല്ല രോഗത്തിന്റെ എണ്ണം വളരെ കൂടുന്നു. കോളേജുകളിൽ പോലും പോയിട്ട് നമ്മൾ കുട്ടികളോട് കഴിഞ്ഞ ഒരു മാസമായി മരുന്ന് കഴിക്കാത്ത എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ കൈപൊക്കാൻ വളരെ കുറച്ച് കുട്ടികളെ കാണും. സത്യസന്ധമായി പറഞ്ഞാൽ മരുന്ന് കഴിക്കാത്തവരില്ല. So the more equipment that you bring, the larger hospitals that you put up, the more the doctors have to depend on a larger and larger circle of people who will finance those hospitals and that equipment by frequenting those places.
So it's a sort of as I said, it's part of the package. You can't say I will have automobile cars, a whole transport system based on automobile cars, but I will have a health system which is based on nature cure. They don't go together. They are sort of contradictory. ഇന്ന് കേരളം പോലൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻസിഡന്റ് റേറ്റ് ഉള്ളൊരു സംസ്ഥാനമാണ്. ഒരു വർഷം 15% ഇവിടെ ക്യാൻസറിന്റെ നിരക്ക് കൂടുന്നത്. 30 വയസ്സ് കഴിഞ്ഞ 5 പേരിൽ ഒരാളെങ്കിലും ഡയബറ്റിക് ആണ് മിനിമം. എന്ന് പറഞ്ഞാൽ ഒരാൾ ഡയബറ്റിക് ആയാൽ, പ്രമേഹം വന്നാൽ അയാൾ മരിക്കുന്നത് വരെ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. മരിക്കുന്ന ദിവസം വരെ മരുന്ന് ഉപയോഗിക്കണം. കാരണം അയാൾക്ക് ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞതിനർത്ഥം ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കമ്പോള ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു. Because many of these drugs which doctors prescribe are extremely toxic drugs, and they may cure you, but they will damage your liver, or they will damage some other part of your body, or they will damage the flora of your intestines, and you find that you have got to then recuperate and regain, your health after taking these medicines. So it takes time for people to realize, because most people, ordinary people, when they are in a difficult medical situation, they will immediately think we go to a doctor. It takes time for those type of people to find out that the doctor does not work, his medicine does not work, and the best thing to eventually do is do what we have always done, that is eat normal, good, nutritious food which your society tells you is nutritious. പക്ഷേ പോഷകാഹാരക്കുറവ് എന്നൊരു രോഗം നമ്മുടെ അടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോകത്തിൽ പോഷകാഹാരക്കുറവുള്ള 94ാമത്തെ രാജ്യമാണ് താഴേന്ന് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ നമുക്ക് മീതെ 93 രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ നല്ല പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല പോഷകാഹാരം, നല്ല വിദ്യാഭ്യാസം, നല്ല വായു, ഇത്രയും കിട്ടിയാൽ മനുഷ്യന് പ്രത്യേകിച്ച് മരുന്ന് ആവശ്യമില്ല. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ഗ്രാമത്തിൽ ആശുപത്രി ഉണ്ടായാൽ അത് ആ ഗ്രാമത്തിന്റെ വികസനമാണ് നമ്മൾ കണക്കാക്കണേ. ഞാൻ കണക്കാക്കുന്നത് ഒരു ഗ്രാമത്തിൽ ആശുപത്രി ആവശ്യമില്ല, പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ല, കോടതി ആവശ്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രാമം വികസിച്ചു എന്നാണ്. Development cannot add even a single bit of knowledge to the food that we have. Whether you are going to speak about food in Kerala or Goa or North India or whatever it is, if you look at the food that India eats, it is, and this is the same experience with China also, these two countries are the most advanced civilizations on the planet. There is nobody who can match the diversity and the nutritional wisdom of the Indian foods which people in India have eaten for thousands of years. പരമ്പരാഗതം അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ ആശ്രയിക്കുന്ന, നാടിന് യോജിക്കുന്ന ഒരു ഭക്ഷണ രീതി നമുക്ക് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ അധിനിവേശത്തിന്റെ ഭക്ഷണം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിന്റെ ഐറ്റത്തിൽ മാത്രമല്ല. ഉദാഹരണത്തിന് നമ്മളൊക്കെ ചോറ് കഴിക്കുന്നുണ്ട്. നമ്മൾ കിട്ടുന്ന അരി, ഏത് തരത്തിലുള്ള അരിയാണ് നാം കഴിക്കുന്നത്? ആ അരി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നെല്ലാണ്.
അത് കൃഷി ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ വലിയൊരു പങ്കും രാസവസ്തുക്കൾ നിറഞ്ഞതാണ്. അതിൽ പലതും വിഷവസ്തുക്കൾ നിറഞ്ഞത് കൂടിയാണ്. നമ്മുടെ പച്ചക്കറികൾ, നമ്മുടെ പഴവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴി. ഇപ്പോൾ ഇന്നലെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞത് നമ്മുടെ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം മാത്രം എടുത്താൽ 2 വർഷം കൊണ്ട് വളരേണ്ട ഒരു കോഴിയാണ് 27 ദിവസം കൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷവും 11 മാസത്തെയും വളർച്ച അതിന് നമ്മളെ ജീനിൽ കൊടുക്കുകയാണ്, ഹോർമോണിൽ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് കഴിക്കുന്ന ആൾക്ക് അയാളുടെ ആയുസിൽ 2 വർഷം 1 വർഷവും 11 മാസവും കുറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്ന ഒരു കണക്ക്. എന്ന് പറഞ്ഞാൽ ഇത് രോഗമായി വരാം, മറ്റു രീതിയിൽ വരാം. കാരണം പ്രകൃതിക്ക് അങ്ങനെ വളരാനാവില്ല. പ്രകൃതിയിൽ അങ്ങനെ ചെയ്താൽ അത് വലിയ പ്രതിരോധം ഉണ്ടാക്കും. But when we eat fish curry rice, we have different types of fish. We have different types of curries. We have got about, I don't know how many curries that you can make out of coconut and how many you can make without coconut. But there is not a single day in the entire month where we will be eating the same curry. So you can say that we have 30 varieties of curry. And the fish is either cooked in the curry, or it is the fish, it is dry, fried, or it is steamed, or I don't know, it is pickled, or it is salted, or I don't know the amount of varieties that you have. So actually we are eating a different type of fish curry rice every day. The rice gives us our carbohydrates, the fish gives the protein, the coconut gives us the fat and the oil and everything that is required. And it's very interesting that development, what we say development, that everybody says that we should be developed. Development really has nothing to offer to the food that we eat. നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തെ ഇത്രയധികം തകർക്കപ്പെട്ട ഒരു കാലമുണ്ടായിട്ടില്ല. ഇതൊന്നും സർക്കാരിന്റെ പണിയല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന സർക്കാരിന്റെ പണിയല്ല. എല്ലാം ടോൾ സമ്പ്രദായത്തിൽ വേണം, എല്ലാം യൂസർ ഫീ സമ്പ്രദായത്തിൽ വേണം. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ജോലിയല്ല കുടിവെള്ളം കൊടുക്കൽ, സർക്കാരിന്റെ ജോലിയല്ല ആരോഗ്യം നൽകൽ, സർക്കാരിന്റെ ജോലിയല്ല വിദ്യാഭ്യാസം നൽകൽ. ഇതൊരു പൊതു രാഷ്ട്രീയ തത്വമായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായി രാജ്യത്ത് വൻതോതിൽ ആളുകൾ പ്രാന്തവൽക്കരിക്കപ്പെടുന്നു. വെള്ളം എന്ന് പറയുന്നത് ഭൂമിയിൽ രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തം പോലെയാണ് ഭൂമിക്ക് വെള്ളം എന്നർത്ഥം. വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. വെള്ളം ശുദ്ധജലം ലോകത്ത് പരിമിതമാണ്. ശരീരത്തിൽ രക്തം എന്നതുപോലെ അത് നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കണം. കെട്ടിനിന്നാൽ അപ്പോൾ കേടാവുന്നതാണ് വെള്ളം, രക്തം എന്നതുപോലെ. അതിന് ഏതെങ്കിലും ഒരവയവത്തിന് രക്തത്തിന് മേൽ കൂടുതൽ ആധിപത്യമില്ല. കയ്യിനോ കാലിനോ തലയ്ക്കോ ഹൃദയത്തിനോ കൂടുതൽ
രക്തം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് നിരന്തരമായി എല്ലാ അവയവത്തിനും അവരുടെ ആവശ്യമനുസരിച്ച് കിട്ടിയിരിക്കണം. വെള്ളവും അതുപോലെയാണ്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സസ്യജാലങ്ങൾക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കിട്ടുക എന്നത് അവരുടെ ജന്മാവകാശമാണ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വെള്ളത്തിന് അവകാശമുണ്ട്. വായുവിനെന്നതുപോലെ നമ്മൾ വെള്ളത്തെ ശേഖരിച്ചു വെച്ചിരുന്ന സംഭരണികളുണ്ട്. നമ്മളല്ല ശേഖരിച്ചു വെച്ചിരുന്ന പ്രകൃതി. നമ്മുടെ കിഴക്കൻ വനങ്ങൾ, മലകളിൽ വനങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ പെയ്യുന്ന വെള്ളത്തിന്റെ ഏതാണ്ട് 60% ഭൂമിക്കടിയിലേക്ക് പോയി അരുവികളായി, ഉറവകളായി കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം കൊടുത്തിരുന്നു. ആ മലകളിൽ നിന്ന് മൊട്ടക്കുന്നുകളായി. അവിടെ വെള്ളം ഇറങ്ങുന്നില്ല, വൻതോതിൽ ഒലിച്ച് വരുന്നു. നമ്മളത് ഡാം കെട്ടി സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഡാം കെട്ടി ലോകത്ത് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ടാങ്ക് കെട്ടി എല്ലാ സ്ഥലത്തേക്കും രക്തം കൊടുക്കാൻ തീരുമാനിച്ചാൽ പറ്റുമോ? കാരണം ലക്ഷക്കണക്കിന് പാതകളിലൂടെ വളരെ സങ്കീർണമായി ഒഴുകിയെത്തുന്ന ഒരു സാധനമാണ് വെള്ളം. നാം ഇടുന്ന പൈപ്പിലൂടെ മാത്രമേ വെള്ളം ഒഴുകും തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? വെള്ളം പോകുന്ന വഴിക്കുള്ള ജീവനെ സംരക്ഷിക്കുന്നുണ്ട്. കിഴക്കൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി പടിഞ്ഞാറൻ സമുദ്രത്തിൽ എത്തിച്ചേരുമ്പോൾ അതിനിടയ്ക്ക് എത്ര ആയിരക്കണക്കിന് ജീവനെയാണ് നിലനിർത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചി പോലൊരു നഗരം, കേരളത്തിലെ ഏറ്റവും വികസിതമായ സ്ഥലം, ഇവിടേക്ക് വെള്ളം 40 ലക്ഷം ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത് പെരിയാർ എന്നുള്ളൊരു നദിയാണ്. പെരിയാർ എന്നുള്ളൊരു നദിയിൽ 250 രാസവ്യവസായങ്ങൾ വൻതോതിൽ വിഷം കലക്കുന്നു. ആ വിഷം കലക്കി കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഒരുമാതിരി മാലിന്യമൊക്കെ മാറ്റാൻ പ്രകൃതിക്ക്. ഇപ്പൊ നമ്മുടെ ടോയ്ലറ്റ് വാട്ടർ മണ്ണിലേക്ക് വിട്ടാൽ ഒരു കുഴപ്പമില്ല, സാധാരണ ടോയ്ലറ്റ് വാട്ടർ. കാരണം എന്താ? മണ്ണിന് അതിനെ ക്ലീൻ ചെയ്ത് വിടാൻ പറ്റും. പക്ഷേ നാം അതിൽ കുറെ കെമിക്കൽ ചേർത്താണ് പുറത്തേക്ക് വിടുന്നെങ്കിലോ മണ്ണിന് കെമിക്കലിനെ മാറ്റാനുള്ള വിദ്യ മണ്ണിൻ്റെ ഇല്ല. അപ്പൊ മണ്ണിൽ ഇതിനെ ശുദ്ധീകരിച്ചിരുന്ന മണ്ണിരകളും മൈക്രോ ബാക്ടീരിയസും മരിച്ചു. അപ്പോൾ അതോടുകൂടി വെള്ളത്തിന് ശുദ്ധീകരണ ശേഷി നിൽക്കും. ഇപ്പൊ പുഴയിൽ മണൽ വരുമ്പോൾ നമ്മൾ മണൽ വികസനത്തിന് ആവശ്യമാണ്. പക്ഷെ മണൽ എന്ന് പറയുന്നത് പുഴയുടെ മജ്ജയാണ്. ആ മണലാണ് വെള്ളത്തെ ശേഖരിച്ച് ശുദ്ധീകരിച്ച് ഭൂമിക്കടിയിലേക്ക് ഇറക്കി ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നത്. അതില്ലാതാവുമ്പോൾ എന്ത് പറ്റും? ചളിക്കെട്ടാവും, വെള്ളം ചളിയാവും, വെള്ളം കൊണ്ട് ഉപയോഗമില്ല. തൊട്ടടുത്തുള്ള കിണറുകൾ പറ്റും. ഇപ്പൊ നമുക്ക് കിണറുകളില്ല, തോടുകളില്ല, പുഴകളില്ല, പൈപ്പുകൾ മാത്രം. പക്ഷെ ഇന്ന് വെള്ളം അങ്ങനെയല്ല കാണുന്നത്. ഇന്ന് വെള്ളം ഏറ്റവും വലിയ വ്യാപാര ചരക്കാണ്. GDP കൂട്ടാൻ ഏറ്റവും എളുപ്പം വെള്ളത്തിന്റെ വ്യാപാരമാണ്. യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ വ്യാപാരം അങ്ങേറ്റത്തെ അധാർമികമാണ്. വെള്ളം ആരും ഉണ്ടാക്കുന്നതല്ല, പ്രകൃതി. ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി കൊടുക്കുന്ന സാധനമാണത്. മഴയായി വരുന്നതാണ്. അതെങ്ങനെയാ ഒരാൾക്കെടുത്ത് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റുക? അങ്ങനെ വെള്ളത്തിന് വിലയിടാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് ഒരു പൈസ പോലും കൊടുക്കാൻ കഴിയാത്ത കോടാനുകോടി ജീവജാലങ്ങൾ വെള്ളം കുടിക്കുക? ആൽമരത്തിനും മുത്തങ്ങ പുല്ലിനും അല്ലെങ്കിൽ മണ്ണിരയ്ക്കും ആനയ്ക്കും ഒക്കെ ആരാ വെള്ളം കൊടുക്കുക? എവിടെയാ വെള്ളം ഉണ്ടാവുക? അപ്പൊ അവർക്കും വെള്ളം കിട്ടണം. എന്തിനാ അവർക്ക് വെള്ളം കിട്ടുന്നത്? അവർക്ക് വെള്ളം കിട്ടിയാൽ മാത്രമേ മനുഷ്യർക്ക് വെള്ളം കിട്ടൂ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് അതാണ്. ആ സന്തുലനാവസ്ഥ തകർക്കുന്ന തരത്തിൽ വെള്ളത്തിന് മേൽ വൻതോതിൽ കുത്തകവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം കച്ചവട ചരക്കാവുന്നു. അത് അണക്കെട്ട് കെട്ടിക്കൊണ്ടാവാം, കുപ്പിവെള്ളമായി വിറ്റുകൊണ്ടാവാം, നദികൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടാവാം, വെള്ളം മലിനീകരിച്ചുകൊണ്ടാവാം, വൻകിട കുത്തകകൾ അവരുടെ വ്യവസായങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടാവാം, ഗോൾഫ് ക്ലബ്ബ് പോലെയുള്ള മനുഷ്യത്വ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാവാം. ഇങ്ങനെ നിരവധി രൂപത്തിൽ വെള്ളം സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു, കമ്പോളവൽക്കരിക്കപ്പെടുന്നു. വെള്ളം അങ്ങനെ തന്നെ. വെള്ളം ഒരുമാതിരിയായി എന്നാലും കുടിക്കാൻ പറ്റില്ല. കിണറ്റിൽ നല്ല വെള്ളം തന്നെ, നോക്കുമ്പോൾ നല്ല വെള്ളം തന്നെ. അത് ഒന്നിനും ആകില്ല. വെള്ളം കോർന്നുണ്ട്. എല്ലാവരും വെള്ളം കോർന്ന് എന്തിന്? അവൻ്റെ തെങ്ങിലും പൂച്ചെടിക്ക് അയച്ചെടിക്ക് ഈ ചെടിക്ക് ഒഴിക്കാൻ മാത്രം കോർന്നുണ്ട്. വെള്ളം ദിവസം 10 കുടം വെള്ളം കോർന്നുണ്ട്. തിരുമ്പിയാൽ എന്തോ ഒരു മാതിരി തിരുമ്പ് തന്നെ. ഞാൻ നിന്നെ എന്ത് കട്ടുപടിയെന്ന് 1-2 തൂക്കിക്കൊണ്ട് പഴിക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ ലോകത്ത് എല്ലാ വ്യാപാരവും തകരുമ്പോൾ, IT വ്യാപാരം തകർന്നൊരു ഘട്ടത്തിൽ അന്നത്തെ ഫോർച്യൂൺ 500 കമ്പനികളോട്, ലോകത്തെ ഏറ്റവും സമ്പന്നരായ കമ്പനികളോട് ലോകബാങ്ക് പറഞ്ഞത് നിങ്ങൾ ഇനി പണം വെള്ളത്തിലിടുക എന്നാണ്. പണം വെള്ളത്തിലിടുക എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ഇനി ഏറ്റവും മാർക്കറ്റുള്ള ഒരു കമ്മോഡിറ്റി. കാരണം ഇതില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല.
ഒരിക്കലും ഇതിന് മാർക്കറ്റ് ഇല്ലാതാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാത്തിനും, കാറിനോ അല്ലെങ്കിൽ മറ്റ് വിമാനത്തിനോ മാർക്കറ്റ് ഇല്ലാതാവാം, പക്ഷേ വെള്ളത്തിന് മാർക്കറ്റ് ഇല്ലാതാവില്ല. കാരണം വേണം. ഇപ്പം നമുക്കറിയാം, ലോകത്ത് പകുതിയിലധികം മനുഷ്യർക്ക് ആവശ്യത്തിന് അളവിലും ഗുണത്തിലും വെള്ളം കിട്ടുന്നില്ല. നമ്മൾ കേരളത്തിൽ വന്നാൽ 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലമാണ് കേരളം. 3000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് 3 മീറ്റർ ഉയരത്തിൽ മഴ പെയ്ത് വെള്ളം വീഴുന്നു എന്നർത്ഥം. പക്ഷേ ഇവിടുത്തെ 65% പേർക്ക് നല്ല വെള്ളം കുടിക്കാനേ കിട്ടുന്നില്ല. നഗരം ഒന്നും ഉണ്ടാക്കുന്നില്ല, നഗരം എല്ലാം ഉപയോഗിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, നഗരം ഉണ്ടാക്കുന്നത് വേസ്റ്റ് മാത്രമാണ്. അത് ഗ്രാമങ്ങൾ സംസ്കരിക്കണം എന്നാണ് പൊതുവായ നിയമം. അപ്പോൾ ഗ്രാമങ്ങളില്ലാതെ നഗരങ്ങൾക്ക് നിലനിൽക്കാനാവില്ല, പക്ഷെ നഗരങ്ങളില്ലാതെ ഗ്രാമങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യാം. ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നഗരങ്ങളില്ലെങ്കിൽ ഗ്രാമങ്ങൾ ഇല്ല എന്നാണ്. ഇവിടെയാണ് പ്രതിസന്ധി തുടങ്ങുന്നത്. നമ്മുടെ നഗരവൽക്കരണത്തിന്റെ എല്ലാ രീതികളും നോക്കുക. കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവണം, കൂടുതൽ റോഡുകൾ ഉണ്ടാവണം, കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാവണം, കൂടുതൽ കമ്പോളങ്ങൾ ഉണ്ടാവണം, കൂടുതൽ ആശുപത്രികൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് നഗരമായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതിനു വേണ്ട വിഭവങ്ങൾ വേണ്ടേ? വിഭവങ്ങൾ എവിടെ ഉണ്ടാവും? ആരാ ഉണ്ടാക്കുന്നത്? ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആരാണ് കെട്ടിട സാമഗ്രികൾ ഉണ്ടാക്കുന്നത്? ആരാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ്? ഇത് മണ്ണിൽ നിന്നുണ്ടാവണം. ഇതുണ്ടാവേണ്ടത് ഗ്രാമങ്ങളിൽ നിന്നാണ്. ഇപ്പൊ സംഭവിക്കുന്നത്, ഗ്രാമങ്ങളിൽ നിന്ന് വൻതോതിൽ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ഗ്രാമങ്ങൾ വൻതോതിൽ പ്രാന്തവൽക്കരിക്കപ്പെടുന്നു. അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ട വിഭവങ്ങൾ പോലും നഗരത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒരുതരം പലായനം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണുന്നത്. ഏത് വികസനവും ഇപ്പോൾ വൻതോതിൽ ഖനികൾ ഉണ്ടാവുമ്പോൾ, വൻ ഡാമുകൾ ഉണ്ടാവുമ്പോൾ, വൻ വൈദ്യുതി നിലയങ്ങൾ ഉണ്ടാവുമ്പോൾ, വൻ റെയിൽവേ ലൈനുകൾ ഉണ്ടാവുമ്പോൾ, ആണവ നിലയങ്ങൾ ഉണ്ടാവുമ്പോൾ, ഒക്കെ ഉണ്ടാവുമ്പോഴും ഗ്രാമങ്ങൾ വലിയ തോതിൽ വിനാശകരമായ പാതയിലേക്ക് പോകുന്നു. അവരുടെ ഭൂമി പോകുന്നു, കൃഷി പോകുന്നു, ഭക്ഷണം പോകുന്നു, ആരോഗ്യം പോകുന്നു, പരിസ്ഥിതി പോകുന്നു. ഇതൊന്നുമില്ല. അവസാനം അവർക്കൊന്നുമില്ലാതാവുമ്പോൾ ഈ നഗരത്തിലെ ചേരികളിലെ വാസികളായി ആദിവാസികളും ദളിതരും അടങ്ങുന്ന പ്രാന്തവൽക്കരിക്കപ്പെട്ട വലിയൊരു വിഭാഗം മനുഷ്യരെത്തുന്നു. അവർ മനുഷ്യരായി പോലും നഗരങ്ങളിൽ പരിഗണിക്കപ്പെടുന്നില്ല. അവർക്ക് സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി തൊഴിലില്ല, സ്വന്തമായി ജീവിതമില്ല. പിന്നെ അവരെ ക്രിമിനലുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നഗരം എപ്പോഴും ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നു, ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ. പക്ഷെ യഥാർത്ഥത്തിൽ നഗരത്തിലെ ക്രിമിനലുകൾ ഇവരല്ല. ഈ നഗരം ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥ ക്രിമിനലുകൾ. അവിടെ വൻതോതിൽ മാഫിയകൾ പ്രവർത്തിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പ്രവർത്തിക്കുന്നു, പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മാഫിയകൾ പ്രവർത്തിക്കുന്നു, എല്ലാ അഴിമതിയും പ്രവർത്തിക്കുന്നു, എല്ലാ തരത്തിലുള്ള അതിര് കിടന്ന ഉപഭോഗത്തിന്റെയും സുഖത്തിന്റെയും ഒരുതരം മായാ ലോകം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു യഥാർത്ഥമല്ലാത്ത ജീവിതമാണ് നഗരത്തിന് സാംസ്കാരികമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഉണ്ടാകുന്നത്.
നഗരത്തിൽ പരമ്പരാഗതമായി നഗരപ്രാന്തങ്ങളിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരിപ്പോൾ എവിടെ പോയി? അവരൊന്നുമില്ല. കാരണം ഭൂമിക്ക് വില കൂടി. അവരവിടെ നിന്ന് മാറി അവർ വേറെ എങ്ങോട്ടോ പോകും. അങ്ങനെ നഗരം ഇങ്ങനെ വികസിക്കുന്നതോടുകൂടി ഇവർ ഒതുങ്ങി ഇവർക്ക് ജീവിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലെത്തും. നമ്മുടെ നഗരങ്ങളിൽ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട വിഭവങ്ങൾ പോലും നമ്മുടെ നഗരങ്ങളിലില്ല. ഏതെങ്കിലും നഗരത്തിൽ ആവശ്യത്തിന് കുടിവെള്ളമുണ്ടോ? ഏതെങ്കിലും നഗരത്തിൽ അവരുടെ മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമുണ്ട്? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അവരുണ്ടാക്കുന്ന മാലിന്യം തൊട്ടടുത്ത ഗ്രാമത്തിൽ കൊണ്ടിടുന്നു. കേരളത്തിലെ 6 പ്രധാന പട്ടണങ്ങളിലെ മാലിന്യങ്ങൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ കൊണ്ടിടുന്നതിന്റെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 6 സ്ഥലത്ത്, കേരളത്തിൽ മാത്രം, മറ്റു പല സ്ഥലത്തും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നഗരത്തിന് മാലിന്യ വിതരണം. എങ്ങനെ നഗരത്തിൽ ഇത്ര മാലിന്യം ഉണ്ടാവുന്നത്? നഗരക്കാരന്റെ ജീവിതശൈലിയാണ്. ഞങ്ങൾക്ക് എങ്ങോട്ടും ഇറങ്ങിപ്പോകാനൊക്കത്തില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് വയറിന് വല്ലതും വേണ്ടേ? ഞങ്ങൾ പാവങ്ങളായി പോയില്ലേ? ഞങ്ങൾ പച്ചലവർഗ്ഗങ്ങളും ആറ്റിക്കിടക്കുന്ന വെള്ളവും കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ദുരിതം അനുഭവിക്കുന്നത്. ഇത് സർക്കാർ കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോഴും ഇന്ത്യക്കകത്ത് ഇപ്പം 450 ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സെസ് എന്ന പേര്. അതിനകത്ത് ഒരു നിയമങ്ങളും ബാധകമല്ല. തൊഴിലാളി നിയമം എന്ന് മാത്രമല്ല, സാധാരണഗതിക്ക് ഒരു നിയമങ്ങളും ബാധകമല്ല. അതിനകത്ത് ലോകത്തുള്ള ഏത് രാജ്യത്തെ ഉൽപ്പന്നവും കൊണ്ടുവരാം, ഏതുതരം ജീവിത രീതി അവിടെ സ്വീകരിക്കാം. അവിടേക്ക് കൊണ്ടുവരാൻ വിരോധമില്ല, അവിടുന്ന് പുറത്ത് കിടത്തരുന്നുള്ളൂ. അവർക്ക് കസ്റ്റംസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് അമേരിക്ക സൃഷ്ടിക്കാം, ബ്രിട്ടൻ സൃഷ്ടിക്കാം, ഫ്രാൻസ് സൃഷ്ടിക്കാം. അത് സാമ്പത്തികമായ ജീവിതം മാത്രമല്ല, സാംസ്കാരികമായ ഒരു ജീവിതവും സൃഷ്ടിക്കും. ഇത് കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഒരു മേഖലയാണെന്നാണ് പറയുന്നത്. അതിനർത്ഥം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വിഭവങ്ങൾ വൻതോതിൽ കൊടുത്ത് കയറ്റുമതിയുടെ വില കുറച്ച് നമ്മൾ സബ്സിഡി കൊടുക്കുക. ആർക്ക്? അതിസമ്പന്നരായ വിദേശ ഉപഭോക്താക്കൾക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുക. കർഷകന് സബ്സിഡി കൊടുക്കുന്നത് ലോകബാങ്കിന് ഇഷ്ടമല്ല, പക്ഷെ സെസ്സിന് സബ്സിഡി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താ? സെസ്സിന് സബ്സിഡി കിട്ടുന്നത് അമേരിക്കയിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ അല്ലെങ്കിൽ ആഗോള കമ്പോളത്തിൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവന് വേണ്ടിയാണ് സബ്സിഡി കൊടുക്കുന്നത്. ബഹുരാഷ്ട്ര കുത്തകൾക്കാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത്. അതിനുവേണ്ടി ഏറ്റവും ദരിദ്രന്റെ ഭൂമി എടുക്കുന്നു. അതിന് നിയമങ്ങളുണ്ട്. സെസ്സിന് ഭൂമി എടുക്കാം, സെസ്സിന് അത് ചെയ്യാം. സെസ്സിന് നികുതികളില്ല, സെസ്സിന് നിയന്ത്രണങ്ങളില്ല, സെസ്സിൽ നിയമങ്ങൾ ഒന്നും ബാധകമല്ല. അതുപോലെ സംവരണം ബാധകമല്ല. അങ്ങനെ ഒന്നും സെസ്സിൽ ബാധകമല്ലല്ലോ. Why do you require a special economic zone? It doesn't make any economic sense. The whole country is already open. Why do you need a special economic zone? That is when people began to realize that the special economic zone was basically only a means for ensuring the transfer of land on a very large scale from ordinary people who are using that land for their subsistence
for their small village economies, for their small trading economies. They wanted to get transfer of a huge area of land to what is known as the special economic zone regimes. നമ്മുടെ നാട്ടിൽ ഒരുപാട് തീരപ്രദേശങ്ങൾ സെസ്സായിട്ടുണ്ട്. ഒരു അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു സെസ് ആയി ഇന്ത്യയുടെ ഒരു തീരപ്രദേശം കിട്ടിയാൽ ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ്, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് ചോദിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പോലീസിന് അവിടെ കയറി ചെല്ലണമെങ്കിൽ, ഇന്ത്യൻ പട്ടാളത്തിന് അവിടെ കയറി ചെല്ലണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളുണ്ട്. തൊഴിലാളികളുടെ സ്ഥിതി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ക്ഷേമ പദ്ധതികളും അല്ലെങ്കിൽ ഒരു സാധാരണ നിയമവും അവിടെ ഇല്ല. നന്ദിഗ്രാമും സിംഗൂരും ഒക്കെ നമ്മൾ കണ്ടു. കാരണം അവിടെ നന്ദിഗ്രാമിൽ എതിർക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് നന്ദിഗ്രാം പ്രസിദ്ധമായത്. എങ്കിൽ ആയിരക്കണക്കിന് നന്ദിഗ്രാമുകൾ അടുത്തൊരു 10 വർഷത്തിനകത്ത് ഇന്ത്യയിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിഷേധത്തിന് നന്ദിഗ്രാം വരുമെന്ന് എനിക്കറിയില്ല, ഏറ്റെടുക്കുന്ന നന്ദിഗ്രാം വരും. കാരണം ഒറീസയിലോ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള സെസ്സുകൾ വരുന്നുണ്ട്. കേരളത്തിൽ പോലും ചെറുതാണെങ്കിലും സെസ്സുകൾ വരുന്നുണ്ട്. ഇതിനർത്ഥം നമ്മുടെ രാജ്യം മറ്റു കുറേ രാജ്യങ്ങളുടെ അവരുടെ എന്താ പറയുക ചെറിയ പോക്കറ്റുകളായി നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുകയും അവിടെ നമ്മുടെ ജനങ്ങൾക്കൊന്നും ഇല്ലാതിരിക്കുകയും അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ഒരു ദരിദ്രരാകുകയും ചെയ്യും. ഇതിന് വലിയ സാമൂഹ്യ പ്രത്യാഘാതമുണ്ട്, പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ട്, രാഷ്ട്രീയ പ്രത്യാഘാതവുമുണ്ട്. ആണവ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വിനാശകരമായ ശാസ്ത്രമാണ്. അത് അണുബോംബ് ഉണ്ടാക്കുന്നത് മാത്രമല്ല പ്രശ്നം, അണുബോംബിനേക്കാൾ അപകടകരമായ ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്നു. 20,000 മുതൽ 30,000 വർഷം വരെ ഒരു കുഴപ്പവും കൂടാതെ, കുഴപ്പം വെച്ചാൽ അവർക്ക് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വൻ ശേഖരങ്ങൾ സൃഷ്ടിക്കുന്ന ആണവ നിലയങ്ങൾ ഉണ്ടാകുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് വളരുന്നത് മുഴുവൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ്, ആണവശാസ്ത്ര വിദ്യ പോലെ. ഇപ്പോൾ ഇന്ത്യയുമായി ആണവ കരാർ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതായിരുന്നു നമ്മുടെ തർക്കം. യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ തർക്കിക്കേണ്ടത്. ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ലോകത്തിൽ ആരും അണുബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതല്ല, ഇത് അണുബോംബ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. കാരണം എന്താ, ഇപ്പോൾ ബയോടെക്നോളജി മോഡിഫൈ ചെയ്ത അല്ലെങ്കിൽ ജനതികമായി രൂപഭേദം വരുത്തിയ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരും. അത് യഥാർത്ഥത്തിൽ വരുന്നു, നമ്മൾ അറിയാതെ വരുന്നു, അറിഞ്ഞു വരുന്നു. എന്തായാലും ആ സാധനം യഥാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയാണ് എന്ന് നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ ഭോപ്പാലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഭോപ്പാലിൽ ആക്സിഡന്റ് അല്ല, ഭോപ്പാൽ ഒരു ട്രയലായിരുന്നു. ഭോപ്പാൽ എന്താ ട്രയൽ? ഒരു കെമിക്കൽ വാറാണ് ഭോപ്പാൽ നടത്തിയത്. ഒരു രാസപദാർത്ഥം ജനങ്ങൾക്കിടയിലേക്ക് വിട്ടാൽ എന്ത് സംഭവിക്കുമെന്നൊരു പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയിൽ അവർക്ക് വേണ്ട റിസൾട്ട് കിട്ടി. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഭോപ്പാൽ ഒരു ട്രാജഡി എന്നാണ്. ആരുടെ ട്രാജഡി? ചിലർക്കത് കോമഡിയാണ്, ചിലർക്കത് സക്സസ് ആണ്. കാരണം ആ കമ്പനി, ഇപ്പൊ അതേ കമ്പനി വേറെ രൂപത്തിൽ കെമിക്കൽ ഹബ്ബ് സ്ഥാപിക്കാനാണ് നന്ദിഗ്രാമിൽ വന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ഡൗ കെമിക്കൽസ്, യൂണിയൻ കാർബൈഡിന്റെ സഹോദര സ്ഥാപനമായ ഡൗ കെമിക്കൽസ് ആണ് നന്ദിഗ്രാമിൽ വരാൻ കൂടി ആലോചിച്ചത്. അപ്പൊ നമ്മൾ എത്ര ഭീകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ രാസ അല്ലെങ്കിൽ ആണവ അല്ലെങ്കിൽ ജനിതകമായ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ നമുക്ക് വളരെ 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 ശ്രദ്ധയോടെ മാത്രമേ പരിഗണിക്കാനാവൂ.
World War II ended, they had to keep their chemicals factories running. But the only way they could do it was beginning to use agriculture as the new source to take in all the chemicals. So all the nitrogen and everything went into agriculture. More than 50 to 60% of development is basically armaments, the military. After the United States, it is France. France is the second largest producer of military equipment in the world. You have seen in Iraq, when the time came to bomb Iraq, they bombed the hospitals first. They bombed all the schools. They had all the footage in front of them. They saw that they were bombing hospitals. They didn't care two hoots. The same thing they're doing it in Palestine. കേരളം പോലൊരു സ്ഥലത്ത് ലോകത്തിൽ ആദ്യമായി കൊക്കക്കോള എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ജനങ്ങളുടെ സമരം കൊണ്ട് അടച്ചുപൂട്ടേണ്ടി വന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്? കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പ്ലാച്ചിമടയിലെ ജനങ്ങൾ അവർ വെള്ളത്തെ ജീവന്റെ രക്തമായി കണ്ടു എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളുടെ ഈ ഹിഡൻ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടുള്ള അധിനിവേശത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, മതസാംസ്കാരിക സംഘടനകൾ എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ന് ഇതിനെതിരെ ഉയർന്നു വരുന്നു എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് അധികാരിവർഗവും മറുഭാഗത്ത് ജനങ്ങളും എന്നതിലുപരി ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളും മറുഭാഗത്ത് ജനങ്ങളും എന്നതാണ് നമുക്ക് ഈ സമരങ്ങളിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ ഏകീകൃത രൂപമൊന്നുമല്ല. ഒരു പ്രശ്നത്തിൽ അവരെ എതിർക്കുമ്പോൾ വേറെ പ്രശ്നത്തിൽ അവരെ അനുകൂലിക്കാം, വൈരുദ്ധ്യങ്ങളുണ്ടാവാം. പക്ഷേ ഇവർക്ക് ഒരു ഘട്ടത്തിൽ തിരിച്ചറിയപ്പെടേണ്ടി വരും. മണ്ണിനെക്കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തിന് കൃത്യമായ നിലപാടുണ്ട്. വെള്ളത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. വായുവിനെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. മാ അൻ തൊഹൂറ, സഈദൻ ത്വയ്യിബ, ബിരീഹിൻ ത്വയ്യിബ. ശുദ്ധജലത്തെക്കുറിച്ച്, ശുദ്ധവായുവിനെക്കുറിച്ച്, മണ്ണിന്റെ വിശുദ്ധിയെക്കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിന് ബദൽ ചിലർ ചോദിച്ചു വരുന്നുണ്ട്. തീർച്ചയായും ബദൽ എന്ന് പറയുന്നത് ഇന്നുള്ള തെറ്റിനെ നിഷേധിക്കലാണ്. തെറ്റിനെ തിരുത്തലല്ല, തെറ്റ് ചെയ്യില്ല എന്നാദ്യം തീരുമാനിച്ച് ശരി ചെയ്യും എന്ന് പറയലാണ്. അല്ലാണ്ട് തെറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ശരി ഉണ്ടാക്കാനാവില്ല. വയസ്സ് 26.